ഹലോ. അങ്ങനെ ഇതാ ഒരു വീക്ക് ഓഫ് കൂടെ ഇവിടെ തീർന്നിരിക്കുകയാണ് കേട്ടോ. ഇത് സൺഡേ എടുത്ത വീഡിയോ ആണ്, അതാണ് അങ്ങനെ പറഞ്ഞത്. എത്ര പെട്ടെന്നാണല്ലേ ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളൊക്കെ കടന്നു പോണത്. ഈ ഒരു ഡയലോഗ് ഏറെക്കുറെ ഞാനിപ്പോൾ എല്ലാ വീഡിയോസിലും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതൊരു ഫാക്റ്റ് ആണല്ലോ, അതുകൊണ്ട് അത് പറയാതിരിക്കാനും പറ്റുന്നില്ല. എസ്പെഷ്യലി സൺഡേ എടുക്കുന്ന വീഡിയോസിലാണ് ഞാനിത് കൂടുതലായിട്ടും പറയുന്നത്. അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ ഓർത്തു ജസ്റ്റ് ഒന്ന് കുളിയൊക്കെ കഴിഞ്ഞൊന്ന് റെഡി ആയേക്കാന്ന്. റെഡി ആവാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫേസിൽ ഒന്നും തന്നെ അപ്ലൈ ചെയ്യണില്ല കേട്ടോ. അതായത് ക്രീംസോ പൗഡറോ അങ്ങനത്തെ ഒന്നും തന്നെ അപ്ലൈ ചെയ്യണില്ല. എന്തിന്, സൺസ്ക്രീൻ പോലും ഇപ്പോൾ ഇടാറില്ല കേട്ടോ. ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുഖത്ത് നിറയെ പിമ്പിൾസ് വരുന്നുണ്ട്, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വേറെ ഒന്നും തന്നെ ഇപ്പോൾ മുഖത്ത് ഇടാറില്ല. ജസ്റ്റ് ഇപ്പോൾ കണ്ടതുപോലെ പൊട്ട് വയ്ക്കും ഡയറക്റ്റായിട്ട്, അതായത് ഫേസ് വാഷ് കഴിഞ്ഞ് നേരിട്ടങ്ങ് പൊട്ട് വയ്ക്കും. ഐബ്രോ ഫില്ല് ചെയ്യും, ഐലൈനർ കൊണ്ട് ജസ്റ്റ് കണ്ണെഴുതും. അതും എന്നുമില്ല, തോന്നുമ്പോൾ മാത്രം, ജസ്റ്റ് കോർണറിൽ മാത്രമേ എഴുതുന്നുള്ളൂ കേട്ടോ. പിന്നെ ലിപ്സ്റ്റിക്ക് അത് ഞാൻ ഒഴിവാക്കാറില്ല. ഇതുപോലത്തെ ബ്രൈറ്റ് കളേഴ്സൊക്കെ ഇടുമ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഫേസിനൊരു ഗ്ലോ കിട്ടുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഒരു ഫേസ് ഒന്ന് ബ്രൈറ്റ് ആവണത് പോലെ തോന്നിയിട്ടുണ്ട്. ഗ്ലോ അല്ല, ബ്രൈറ്റ് ആവണത് പോലെ. അതുകൊണ്ട് ഞാൻ ലിപ്സ്റ്റിക്ക് അങ്ങനെ ഒഴിവാക്കാറില്ല, മിക്കപ്പോഴും ഉപയോഗിക്കും കേട്ടോ. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു തുളസിക്കതിര് തലയിൽ വെക്കാമെന്നുള്ളൊരു ആഗ്രഹം വന്നത്. ഞാൻ അങ്ങനെ എപ്പോഴൊന്നും അത് വെക്കുന്ന ആളോ അങ്ങനെ എപ്പോഴും ചെയ്യാറൊന്നുമില്ല. പക്ഷേ ഇന്നിങ്ങനെ ഇരുന്നപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇടയ്ക്കിങ്ങനെ ഇരിക്കുമ്പോൾ തോന്നുമല്ലോ. അപ്പം എന്നാൽ ശരി അത് ചെയ്യാമെന്ന് ഓർത്തതാ ചന്ദനക്കുറിയോട് തൊട്ടിട്ടുണ്ട് കേട്ടോ. ചന്ദനക്കുറി തൊടുമ്പോൾ നമുക്ക് ഫേസിനൊരു ഐശ്വര്യം വരുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്കും അങ്ങനെ തോന്നാറുണ്ടോ? അങ്ങനെ ചന്ദനക്കുരിയൊക്കെ തൊട്ട് ചുമ്മാ മുറ്റത്തോട്ട് നോക്കിയപ്പോൾ ഉണ്ടടാ എൻ്റെ ഒരു റോസാപ്പൂ പൂത്തിട്ടുണ്ട്. പനിനീർ റോസയാണ് കേട്ടോ ഇത്, ഒരു ലൈറ്റ് റോസ് കളറിലുള്ളതാണ്. അങ്ങനെ അതൊക്കെ നോക്കി ഈ ബുക്ക് അങ്ങ് വായിച്ച് സ്റ്റാർട്ട് ചെയ്തേക്കാന്ന് കരുതി. കംപ്ലീറ്റ് ആയിട്ടില്ല, വായിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒരുപാട് റിവ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ള ബുക്കാണ് കേട്ടോ. അഭിയാനു ആനന്ദം. എന്തായാലും ഈ ബുക്കൊക്കെ വായിച്ച് ഇന്നത്തെ ദിവസം ഇങ്ങനെ പോയിട്ടുണ്ട്.